സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സംസ്ഥാനത്ത് നിന്നും 21 പേരെയാണ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. പിന്നീട് കേസിൽ NIA നടത്തിയ അന്വേഷണത്തിൽ അഫ്ഗാനിസ്ഥാനിലെ IS കേന്ദ്രത്തിലെത്തിയെന്ന സ്ഥിരീകരണവുമുണ്ടായി. കാസർഗോഡ് നിന്നും പോയ സംഘത്തിൽപ്പെട്ട ഹഫീസുദ്ദീൻ അമേരിക്കയുടെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ശേഷമാണ് സന്ദേശങ്ങൾ തുടർച്ചയായി ബന്ധുക്കൾക്ക് എത്തിയത്. ഒരിക്കലും തിരിച്ചു വരില്ലെന്നും മരിക്കാൻ തയ്യാറാണെന്നും അറിയിച്ചുകൊണ്ടാണ് പടന്നയിലെ ബന്ധുക്കൾക്ക് സന്ദേശങ്ങൾ എത്തുന്നത്. പടന്നയിൽ നിന്ന് IS കേന്ദ്രത്തിലെത്തിയ അഷ്വാഖാണ് സന്ദേശങ്ങൾ അയക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പടന്ന സ്വദേശി മുർഷിദ് അമേരിക്കയുടെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന സന്ദേശം എത്തിയത്. ഏറ്റവും ഒടുവിലായി പാലക്കാട് സ്വദേശി യഹ്യ എന്ന ബെസ്റ്റിൻ കൊല്ലപ്പെട്ടുവെന്ന സന്ദേശമാണ് ബന്ധുക്കൾക്ക് കിട്ടിയത്. രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവരുന്ന ഇവരുടെ സന്ദേശങ്ങൾ തുടർച്ചയായി എത്തുന്നത് ഏറെ ഭയപ്പാടോടെയാണ് കുടുംബങ്ങൾ കാണുന്നത്. നിലവിൽ NIAക്കാണ് ഇത് സംബന്ധിച്ച കേസ് അന്വേഷണം. ബന്ധുക്കൾക്കെത്തുന്ന സന്ദേശങ്ങൾ NIA ഉൾപ്പെടെ കേന്ദ്ര സംസ്ഥാന തലത്തിലുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരുന്നു. KB ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്.